ചില ജന്മസ്വഭാവത്തിൽ നിന്ന് ആർക്കും മാറാൻ സാധിക്കില്ല എന്ന് രസകരമായ ഒരു കഥയിൽ നിന്ന് ഞാൻ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഒരിടത്തൊരു സന്യാസി, അത്ഭുത സിദ്ധിയുള്ള സന്യാസി ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഒരു ചുണ്ടലി വന്നു വീണു. ഒരു പരുന്ത് റാഞ്ചി കൊണ്ടുപോയ ചുണ്ടലി ഭാഗ്യവശാൽ രക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു വാത്സല്യം ഈ ചുണ്ടലിയോട് തോന്നുകയും അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഈ ചുണ്ടലിയെ ഒരു പെൺകുട്ടിയാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന്റെ കഥയൊന്നും ഭാര്യയോട് അദ്ദേഹം പറഞ്ഞില്ല. ഏറെക്കാലമായി കുട്ടികളില്ലായിരുന്ന അവർക്ക് പുത്രിയായി വളർത്താൻ അവര് കൊടുക്കുകയും സന്തോഷത്തോടെ സന്യാസിയുടെ ഭാര്യ സ്വീകരിക്കുക. അവർ ഈ കുട്ടിയെ സ്വന്തം കുഞ്ഞായി കണ്ട് വളർത്തുകയും ചെയ്തു. അതീവ സുന്ദരിയും മിടുക്കിയുമായ കുട്ടി വളർന്നു വലുതായപ്പോൾ ഈ സുന്ദരിയായ അവരുടെ മകൾക്ക് ഒരു അനുയോജ്യനായ വരനെ ആലോചിക്കാൻ തീരുമാനിച്ചപ്പോൾ ഊർജ്ജസ്വലനും മിടുക്കനുമായ ഒരു ആളെ ഇദ്ദേഹത്തിന് ഈ കുട്ടിക്ക് വരനായിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, സൂര്യദേവനെ നമുക്ക് വരനായി ഈ കുട്ടിക്ക് ആലോചിച്ചാലോ എന്ന്. അത്ഭുത സിദ്ധിയുള്ള സന്യാസി, ഒരു കഥയാണ്, സൂര്യദേവനെ വിളിച്ചു വരുത്തുകയും ഈ മകൾക്കായിട്ട് കല്യാണം ആലോചിക്കുകയും ചെയ്തപ്പോൾ ഈ മകൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് വളരെ ചൂടാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാനോ വിവാഹം കഴിക്കാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സന്യാസി ഒന്ന് വിഷമിച്ച് സൂര്യദേവനോട് ചോദിച്ചു. അപ്പോൾ മറ്റൊരാളെ ഈ കുട്ടിക്കൊന്ന് ആലോചിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സൂര്യരശ്മികളെ തടയാൻ കഴിയുന്ന മേഘങ്ങൾക്കാണ്. അങ്ങനെ മേഘത്തെ ഇദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് വിളിച്ചു വരുത്തി. പക്ഷേ ഈ കുട്ടിക്ക് മേഘത്തെയും ഇഷ്ടപ്പെട്ടില്ല. കറുത്തതാണ്, കാണാൻ കൊള്ളില്ല, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഇഷ്ടമായില്ല എന്ന് സന്യാസിയോട് പറഞ്ഞപ്പോൾ മേഘത്തോട് തന്നെ ചോദിച്ചു. മറ്റൊരു ആളെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ മേഘം പറഞ്ഞു തന്നത് കാറ്റിനെയാണ്. കാറ്റ് പ്രത്യക്ഷപ്പെടുകയും കാറ്റിനെ ഇഷ്ടമായില്ല, എപ്പോഴും ഇവിടുത്തെ അടങ്ങിയിരിക്കുകയില്ല, എല്ലാത്തിനും വേഗമാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സന്യാസി കാറ്റിനോട് ചോദിച്ചു, ഈ എൻ്റെ മകൾക്ക് യോജിച്ച മറ്റൊരു വചനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാറ്റിനെ തടയാൻ കഴിയുന്നത് വലിയ പർവ്വതത്തിനാണ്. അപ്പം പർവ്വതത്തെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ പർവ്വതത്തിനെ ആലോചിച്ചപ്പോൾ, ഇല്ല, ഇത്രയും വലിയൊരാളെ എനിക്ക് പേടിയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ വീണ്ടും സന്യാസി സങ്കടപ്പെട്ടപ്പോൾ ഈ പർവ്വതം പറഞ്ഞു, പർവ്വതത്തെ പോലും തൊഴുക്കാൻ കഴിയുള്ള ചുണ്ടലിയെ ആലോചിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചുണ്ടലിയെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ സന്യാസി ഭാര്യയോട് പറയുന്നത്, ഇതൊരു ചുണ്ടലിയായിരുന്നു, എൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഇതിനെ ഒരു പെൺകുട്ടിയാക്കി ഞാൻ മാറ്റിയതാണ്. പക്ഷേ ഒരിക്കലും ജന്മ വാസന മാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ പഴയ പോലെ ചുണ്ടലിയാക്കുകയും ഈ ആൺ ചുണ്ടലിയെ കൊണ്ട് വിവാഹം നടത്തിക്കൊടുക്കുകയും അവർ സന്തോഷപൂർവ്വം ജീവിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്, ചില ജന്മവാസനകൾ മാറില്ല, നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മാറുകയില്ല. ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലായതാണ്. ഇതിലും ഭംഗിയായിട്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക.